ഇതുവരെ നേരെ നിന്ന് സംസാരിക്കാത്തവര് രാജാക്കന്മാരെ പോലെയാണല്ലോ ഇപ്പോ. അതെ, അവര് രാജാക്കന്മാരാ. അങ്ങനെ ആയിക്കോട്ടെ. എല്ലാം അനുസരിക്കുന്നവരായിട്ട് നമുക്ക് കഴിയാം. പിന്നെ ചെന്നുപെട്ടത് കാട്ടുതീയില്ല. അതിനകത്തുനിന്ന് പൊള്ളലേറ്റ് പുറത്തു വന്ന് നിൽക്കാൻ ഞാൻ. ഇനി കുറച്ച് ധൈര്യം പക്വതയൊക്കെ കാണിക്കാതെ പറ്റോ? ഇപ്പൊ ഞാൻ തളർന്നു പോയാ കൂടെ ഒരുപാട് പേര് വീഴും. മറിച്ച് ഞാൻ തല ഉയർത്തി നിന്നാൽ അവരുടെയൊക്കെ തല ഉയരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ. നീ നിന്റെ വഴിയെ മുന്നോട്ട് പോ. നിന്റെ കൂടെ ദൈവം ഉണ്ടാവും. ഒരു വിളിക്കപ്പുറത്ത് ഈ ചേച്ചി ഉണ്ടാവും എന്തിനും. കേട്ടോ? നീ ഇത് കണ്ടോ? ചെറിയമ്മേ കോൾ അടിച്ചല്ലോ. ഇതാരുടെ സമ്മാന? ചന്ദ്രേട്ടന്റെ. ചന്ദ്രേട്ടന്റെ മനസ്സിലിപ്പോ സന്തോഷം മാത്രമല്ലേ ഉള്ളൂ. അത് പ്രകടിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ നടക്കുക. ചെറിയച്ഛന്റെ സന്തോഷത്തിന് ചെറിയച്ഛന്റെ വഴി, നമ്മുടെ സന്തോഷത്തിന് നമ്മുടെ വഴി. ഏടത്തി, അത് നന്നായിട്ട് തുടച്ചിടണേ. തൊട്ട് തലോടി പോയാ പോരാ കേട്ടോ. അമ്മയുടെ ആരതൊക്കെ ചെയ്യാൻ പറഞ്ഞേ? അത് ഇവിടെ പൊടി പിടിച്ച് കിടക്കുന്ന കണ്ടപ്പോ. ഈ ജോലി ചെയ്യാനോടെ മറ്റുള്ളവരാരുമില്ലേ? കൽപ്പനെ, നീ കണ്ടില്ല അമ്മ ജോലി ചെയ്യുന്നത്? നിനക്കെന്താ ചെയ്ത? അവളോടെ ചെയ്യണ്ടെന്ന് പറഞ്ഞത് ഞാനാ. ഈ വീട്ടിൽ ഓരോ പണിയും ആരാ ചെയ്യേണ്ടതെന്ന് ഞാനാ തീരുമാനിക്കുന്നെ. അത് ഏട്ടത്തി ചെയ്തോളും. നീ നിന്റെ പണി നോക്കിയേ. അമ്മയെ കൊണ്ട് അങ്ങനെ ജോലിപ്പിക്കാനൊന്നും പറ്റില്ല. എന്റെ അമ്മ നിങ്ങളുടെ ജോലിക്കാരി അല്ല. മോനെ, വെറുതെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഈ വീട്ടിലുള്ള ജോലി ആരെടുത്താൽ എന്താ? എനിക്കൊരു കുഴപ്പമില്ല. വേണ്ടമേ, അമ്മയെ അവസ്ഥയെ കാണാൻ എനിക്ക് നല്ല സങ്കടമുണ്ട്. അമ്മ തരട്ടെ. ഞാനൊരു കാര്യം ഏൽപ്പിച്ച അത് കൃത്യസമയത്ത് ചെയ്തു തീർത്തിരിക്കണം. കണിമംഗല ഉർവശിക്ക് അങ്ങനെ ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. എന്താ പറഞ്ഞേ? കണിമംഗലം ഉർവശിയോ? എപ്പോഴാ അങ്ങനെ ഒരു പട്ടം പേരിന്റെ കൂടെ ചാർത്തി കിട്ടിയത്? ഈ വീടിന്റെ ഉടമ എന്റെ ഭർത്താവാണല്ലോ. അദ്ദേഹത്തിന്റെ തീരുമാനമാ. ഞാനാണ് ഈ വീടിന്റെ കുടുംബനാഥ. ഞാൻ പറയുന്നതേ നീ അടക്കം എല്ലാവരും അനുസരിച്ചേ പറ്റൂ. നിങ്ങളുടെ അഹങ്കാരത്തിന് ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അമ്മ ഇതൊക്കെ കേട്ട് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. അമ്മ അച്ഛനും മുത്തശ്ശി എന്റെ കൂടെ വന്നാൽ മതി. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ഓ, വിളിക്കുന്ന കേട്ടാ കൊണ്ടുപോയി കൊട്ടാരത്തിൽ പാർപ്പിക്കാൻ പോകുന്ന പോലെ. നിർത്ത് കൽപ്പനെ. ആരെങ്കിലും അഹങ്കരിക്കുന്നത് കണ്ടിട്ട് താനതിന് കൊട പിടിക്കാൻ നിൽക്കണ്ട. എന്റെ അച്ഛന്റെ അമ്മയുടെയും ഗതികേട് കാണുമ്പോ താൻ ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മേ, ഞാൻ പറയുന്ന അമ്മ കേൾക്കണം. ഇനി ഒരു നിമിഷം പോലും ഈ കോമാളിക്കൂട്ടങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ നമുക്കാവില്ല.
ആർക്ക് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും ഇറങ്ങിപ്പോവാം. അതിനിവിടെ ആരും തടസ്സം നിൽക്കുന്നില്ല. അതല്ല, ഇവിടെ നിൽക്കണമെന്നാണ് തീരുമാനമെങ്കിൽ ചന്ദ്രശേഖരനെ ഉർവശിയും അനുസരിച്ച് ജീവിക്കുന്നവര് മതി. എല്ലാവരോടും കൂടിയാ പറയുന്നത്. കൽപ്പനെ വാ. അമ്മേ, നമുക്കിപ്പോ ഇറങ്ങണം. അമ്മ പോയി അച്ഛനോടും മുത്തശ്ശിയോടൊപ്പം സംസാരിക്കും. അമ്മയും മുത്തശ്ശിയൊക്കെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് സന്തോഷത്തോടെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ കാണുന്നതൊക്കെ ആരുടേതാ? അച്ഛൻ്റെതല്ലേ? ഇവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വന്ന അച്ഛൻ ജീവനോടും ഉണ്ടാവൂന്ന് നിനക്കുറപ്പുണ്ടോ? അമ്മേ, ഉണ്ടാവില്ല. എനിക്കത് ഉറപ്പാ. അത് മുത്തശ്ശിക്കറിയാം. അച്ഛന്റെ അവസാന കാലം വരെ ഇവിടെ തന്നെ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ ഞങ്ങളാരും ഒരക്ഷരം പ്രതികരിക്കാത്തത്. അവര് കഷ്ടപ്പെടുത്തിക്കോട്ടെ, പണിയെടുപ്പിച്ചോട്ടെ. അവരുടെ ഭാഷയില് നമ്മളൊക്കെ ഇപ്പോ അവരുടെ അടിമകളാ. അച്ഛന്റെ കാര്യത്തിൽ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ ഒരു പരിധിയില്ലമ്മേ. നോക്ക്, വരുൺ ഇവിടെ ഇല്ല. ഇപ്പൊ ഞങ്ങൾക്കൊരു താങ്ങായിട്ടുള്ളത് നീ മാത്രമാ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബഹളം വെച്ചാ നിന്നെ അവരിവിടുന്ന് അടിച്ച് പുറത്താക്കും. മോനെ, നീ കൂടെ ഞങ്ങളെ വിട്ടു പോകലേടാ. ഞാനൊന്നും സംസാരിക്കുന്നില്ലമ്മേ. എല്ലാം കൂടി കാണുമ്പോ തലയ്ക്ക് ഭ്രാന്തെടുത്തിട്ടാ. ഇതുവരെ നേരെ നിന്ന് സംസാരിക്കാത്തവര് രാജാക്കന്മാരെ പോലെയാണല്ലോ ഇപ്പോ. അതെ, അവര് രാജാക്കന്മാരാ. അങ്ങനെ ആയിക്കോട്ടെ. എല്ലാം അനുസരിക്കുന്നവരായിട്ട് നമുക്ക് കഴിയാം. എന്റെ മക്കൾ ഒരു നിലയിൽ എത്തുന്നത് വരെ അതുവരെ ക്ഷമിക്കണം കേട്ടോ?